Good afternoon. Good afternoon and Happy New Year. Okay, ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആഘോഷിച്ചോ? അടിപൊളിയായിരുന്നോ? സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തോ? പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ? ഈ ഒരു വർഷം നമ്മൾ പ്രാവർത്തികമാക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എടുത്തോ? സെറ്റ് ചെയ്തോ? കുറച്ചുപേരൊക്കെ യെസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എടുത്തു. അടിപൊളിയായിരുന്നു. സെലിബ്രേഷൻ ചെയ്തില്ലെങ്കിലും അടിപൊളിയായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്? ഏറ്റവും വലിയ ഡിസിഷൻ എന്താണ് എടുത്തത്? എന്താണ് ഇത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻ വേണ്ടേ അല്ലെ? പുതിയൊരു വർഷമാണ്, നമ്മുടെ ഈ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാവാറായി അല്ലെ? അതെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, ഒരു ജോലി അല്ലെ? ഒരു 2026 തന്നെ നിങ്ങളൊരു ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആ ഒരു തീരുമാനമായിരിക്കണം ഏറ്റവും ആദ്യം പ്രാവർത്തികമാക്കേണ്ടത് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഒരു ജോലിയിലൂടെയല്ലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ എന്ത് ആഗ്രഹമാണെങ്കിലും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാം കേട്ടോ. ഈ ഒരു 2026 എല്ലാവർക്കും നല്ല നല്ല ഫലങ്ങൾ തരട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് കുറച്ച് ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഡേറ്റ് കാര്യങ്ങൾ തരുമായിരിക്കും. അധികം ദിവസം ഇല്ലാതെ നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ നിങ്ങളുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആവും. അതോ ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആവാറായി. ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ് എല്ലാ ടീച്ചേഴ്സും എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ തരും. എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ വരും. അപ്പൊ അതിന് മുൻപ് തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ അതിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഡേറ്റോ കാര്യങ്ങളോ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാം കേട്ടോ. ഇത്രയും ദിവസമൊക്കെ നമ്മൾ പോയത് പോയി. ഇനിയിപ്പോ നമുക്ക് അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു 3rd and 4th മോഡ്യൂള് പ്രത്യേകമായിട്ട് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കറിയാം, കുറച്ച് എല്ലാവർക്കും പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അല്ലെ? അത് പഠിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായല്ലേ? പെട്ടെന്ന് നമുക്ക് 1 and 2 മോഡ്യൂളിനെ പോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമല്ല. കുറച്ചധികം സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആ ഭാഗങ്ങളൊന്ന് പഠിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ കിട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതൊന്നും കൂടി ജസ്റ്റ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. കിട്ടുന്ന സമയങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത് തന്നെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഒരു 1-2 പ്രാവശ്യമൊക്കെ ആ ഭാഗം ഒന്ന് കിട്ടാത്ത ഭാഗങ്ങളൊന്ന് വായിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഓർമ്മ വരികയും പിന്നെ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഹിന്റുകൾ കിട്ടും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ക്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകൾ കാണാം, അത് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത് ഇന്ന് തുടങ്ങി അത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അല്ലാതെ എക്സാമിന്റെ അപ്പോഴേക്ക് വെക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഈ പോർഷൻസ് മുഴുവൻ കവർ ചെയ്യാനുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരു പോർഷനോ എടുത്തു വെച്ച് ആ ഒരു ഭാഗം വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ മെയിൻ എക്സാമിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. അപ്പൊ അതിന് മുൻപ് തന്നെ വെച്ചാല് നിങ്ങൾക്ക് ആ കിട്ടുന്ന സ്റ്റഡി ലീവ് കിട്ടുന്ന സമയത്ത് ജസ്റ്റ് റിവിഷൻ മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചിലർക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകുന്നവരുണ്ടാവാം, ചിലർക്ക് പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചിലപ്പോൾ ജോലി ചെയ്യുന്നവരുണ്ടാവാം, ഫാമിലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സമയം കിട്ടാത്തതുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കിട്ടുന്ന സമയം മാക്സിമം, ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് ഡെത്ത് റേറ്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്.
അല്ലെ? ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന 6th ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ ഡെത്ത് റേറ്റ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? അല്ലേ പറഞ്ഞത്? ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെ? അത് കാണാനുള്ള ഫോർമുല പറഞ്ഞു. ഫോർമുല പറഞ്ഞില്ലേ? മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുലാസ് പറഞ്ഞു. ഒരു ഫോർമുല ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻടു 1000 ദ ഹോൾ ഡിവൈഡഡ് ബൈ 365 അല്ലെ? ആ ഒരു മോർട്ടാലിറ്റി റേറ്റിന്റെ ആ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഫോർമുല പഠിച്ചു വെക്കാം. അതിനുശേഷം ഒരു 3 ഫോർമുല കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മോർട്ടാലിറ്റി റേറ്റുമായി ബന്ധപ്പെട്ട 3 ഫോർമുല. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചേ ഉള്ളൂ അല്ലെ? അത് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ, അല്ലാതെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. കംപ്ലീറ്റ് ചെയ്തിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ മുതൽ തുടങ്ങാം കേട്ടോ. അവിടെ വരെ ക്ലിയർ ആണല്ലോ? മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല വരെ ക്ലിയർ അല്ലേ? ശരി. അപ്പോ ഹോസ്പിറ്റലില് നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ് കാണുന്നത് 3 ഫോർമുലാസ് ആയിട്ടാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, സെക്കൻഡ് വൺ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, തേർഡ് വൺ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. അതിൽ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഫോർമുലയാണ് കേട്ടോ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതിന് വേറെ എക്സ്പാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനും ചോദിക്കില്ല. ജസ്റ്റ് ആ ഫോർമുല എന്താണ് എന്ന് മാത്രമാണ് ചോദിക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെയോ നെറ്റ് മോർട്ടാലിറ്റി റേറ്റിന്റെയോ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റിന്റെയോ കറക്റ്റ് ഫോർമുല ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട് ചോദിക്കും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് happened in the hospital in a period divided by total number of death and discharges nanata total number of death and discharges during that period into 100. ഇതാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്. ഹോസ്പിറ്റലിലെ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുല. അതില് നോട്ട് ചെയ്യേണ്ട കാര്യം ഓൾ ദ ഡെത്ത്, അതായത് ലെറ്റ് ഇൻക്ലൂഡ് ഡെത്ത് ഇൻ എമർജൻസി ആൻഡ് ICU, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാവാം ICUലാവാം, അങ്ങനെയുള്ള ആ ഹോസ്പിറ്റലിൽ ആ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടക്കുന്ന എല്ലാ മരണങ്ങളും നമ്മളോട് കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിനോമിനേറ്ററിൽ ഓൾ ടൈപ്പ് ഓഫ് ഡിസീസസ് ഡിസ്ചാർജസ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള ഡിസ്ചാർജ്, ഇപ്പോ ഡെത്ത് സംഭവിച്ച് ഡിസ്ചാർജ് ആയതാവാം, അല്ലാത്ത രീതിയിലുള്ള ഡിസ്ചാർജ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റുമായി ബന്ധപ്പെട്ട ഫോർമുല ഇത്ര മാത്രമേ ഉള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ്. ഒരു നിശ്ചിത സമയപരിധിയുണ്ട് അല്ലെ? അത് ഏതൊരു ഫോർമുല എടുക്കുമ്പോഴും ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട് കേട്ടോ. ആ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം ഡെത്ത് ആൻഡ് ഡിസ്ചാർജുകൾ നടന്നിട്ടുണ്ട്. മരണം സംഭവിച്ചതാവാം, മരണം സംഭവിച്ച് ഡിസ്ചാർജ് ആയതാവാം, അല്ലാത്ത ഡിസ്ചാർജുകളും ആ ഒരു പീരീഡിനുള്ളിൽ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്. അതിൽ എത്ര മരണമാണ് ആ ഹോസ്പിറ്റലിൽ ആ ഒരു സമയത്ത് നടന്നിരിക്കുന്നത് into 100. The total number of deaths happened in the hospital in a period. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള മരണങ്ങളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ്. അതേ സമയപരിധിക്കുള്ളിൽ തന്നെയുള്ള ആ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഡെത്ത് ആൻഡ് ഡിസ്ചാർജുകളുടെ ആകെ എണ്ണം into 100. ക്ലിയർ ആണോ? അത് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്ന് മനസ്സിലായോ? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്, ആ ഒരു സമയപരിധിക്കുള്ളിൽ ആ ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുള്ള ആകെ നമ്പർ ഓഫ് മരണങ്ങളുടെ എണ്ണം. അതാണ് ന്യൂമറേറ്ററിൽ വരിക. ഡിനോമിനേറ്ററിൽ എന്താ പറയുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ്. ആ സെയിം പീരീഡിൽ തന്നെ ആ ഹോസ്പിറ്റലിൽ എത്രത്തോളം നമ്പർ ഓഫ് ഡെത്തുകളും ഡിസ്ചാർജസും സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ into 100. ക്ലിയർ ആണോ? അത് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് മനസ്സിലായോ? ആ ഫോർമുല അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തതാണ് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്. നെറ്റ് മോർട്ടാലിറ്റി റേറ്റില് the total number of death that occurred after 48 hours of admission of the patient divided by total number of death and discharges during that period into 100. ഇതിനെ രണ്ടിനെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഡിനോമിനേറ്റർ സെയിം ആണ്. കണ്ടോ? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അതുപോലെ തന്നെ into 100ഉം സെയിം ആണ്. ന്യൂമറേറ്ററിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ.
അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ എന്താണ് ഒരു കണക്ഷൻ ഒക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഓർത്ത് കിട്ടും കേട്ടോ. അപ്പൊ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും നമ്മുടെ ഡിനോമിനേറ്ററിൽ മാറ്റം വരുന്നുണ്ടോ? ഡിനോമിനേറ്ററിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല, സെയിം തന്നെയാണ് അല്ലെ. ഇൻറ്റു 100ഉം സെയിം തന്നെയാണ്. അപ്പൊ ന്യൂമറേറ്ററിൽ മാത്രമാണ് അതിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചാലും എളുപ്പമായിരിക്കും. ഇനി അതിലെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാല് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് that occurred after 48 hours of admission of the patient. പേഷ്യന്റിന്റെ അഡ്മിഷൻ, അതായത് 48 hours ആഫ്റ്റർ 48 hours അഡ്മിഷന് ശേഷമുള്ള 48 മണിക്കൂർ അതിനുള്ളിൽ സംഭവിക്കുന്ന ആകെ മരണങ്ങളുടെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത്. ഡിനോമിനേറ്ററിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ആ സെയിം പീരീഡിനുള്ളിൽ അവിടെ എത്ര നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജുകൾ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ആകെ എണ്ണം ഇൻറ്റു 100. നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occurred after 48 hours of admission of the patient. പേഷ്യന്റിന്റെ അഡ്മിഷന് ശേഷമുള്ള 48 hours. After 48 hours of admission എടുത്തത് 48 മണിക്കൂറിന് ശേഷം എത്ര നമ്പർ ഓഫ് ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു കാലഘട്ടത്തിൽ അതേ സെയിം പീരീഡിനുള്ളിൽ എത്ര നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജുകൾ നടന്നിട്ടുണ്ട് അതിന്റെ ആകെ എണ്ണം ഇൻറ്റു 100 ആണ് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുല. Then note ചെയ്യേണ്ടത് death occurring within 48 hours of discharge must also be reckoned in numerator. ന്യൂമറേറ്ററിൽ ഒരെണ്ണം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് within 48. The death occurring within 48 hours of discharge. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഡിസ്ചാർജ് ആക്കിയിട്ട് മരണം സംഭവിച്ചാലും അതും നമ്മൾ ഉൾപ്പെടുത്തണം. 48 മണിക്കൂറിന് ശേഷം എന്ന് പറഞ്ഞത് മാത്രമല്ല 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഡിസ്ചാർജ് ആക്കുന്ന സമയത്ത് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട് ന്യൂമറേറ്ററിൽ. ഇനി മൂന്നാമത്തത് ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ is equal to the total number of death in ICU patient in a period divided by total number of patients discharged from ICU in that period into 100. അപ്പൊ എന്താണ് ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരീഡ്. ഒരു നിശ്ചിത സമയപരിധിയിൽ ICU പേഷ്യൻസില് എത്ര പേര് മരണപ്പെട്ടു അതിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരീഡ്. ആ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ ICUയിൽ നിന്നും ഡിസ്ചാർജ് ആകുന്നത് മരണവുമായി ബന്ധപ്പെട്ട് ഡിസ്ചാർജ് ആയതാവാം, അല്ലാത്ത ഡിസ്ചാർജ് ആവാം, അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആളുകളുടെ ആകെ എണ്ണം ഇൻറ്റു 100. Then നോക്കിയപ്പോ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരീഡ്. ഒരു പരിമിതി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പരിമിതിക്കുള്ളിൽ ആ ICUവിലെ എത്ര പേഷ്യൻസ് മരണപ്പെട്ടു അവരുടെ മരണപ്പെട്ട പേഷ്യൻസിന്റെ ആകെ നമ്പർ ആണ് നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത്. ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരീഡ്. ആ സെയിം പീരീഡിനുള്ളിൽ തന്നെ ICUയിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുള്ള ആളുകളുടെ ആകെ എണ്ണം ഇൻറ്റു 100. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മൂന്നെണ്ണം: ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. ഒന്ന് വായിച്ചു നോക്കാം.
വായിച്ചു കഴിഞ്ഞോ? അപ്പൊ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുല ഓർത്ത് വെക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ് divided by total number of death and discharges during that period into 100. Death mortality rate ആണെങ്കിൽ total number of death that occurred after 48 hours of admission of the patient divided by total number of death and discharges during that period into 100. ICU specific mortality rate ആകുമ്പോൾ total number of death in ICU patients in a period divided by total number of patients discharged from ICU in that period into 100. ആ മൂന്ന് ഫോർമുലാസും അതുപോലെ തന്നെ മോർട്ടാലിറ്റി റേറ്റിന്റെ മെയിൻ ഫോർമുലയും അത് 4 എണ്ണവും ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കും. ഓക്കെ, then നോട്ട് ചെയ്യാനുള്ളത് on similar lines condition specific or specialty specific death rate can also be calculated like maternity mortality rate. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് അങ്ങനെ പല പല മോർട്ടാലിറ്റി റേറ്റുകൾ നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒരെണ്ണമാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ ആരാ? മോർട്ടാലിറ്റി റേറ്റ് ന്യൂ ബോൺസ് ആണ് അല്ലെ, ശിശുക്കള്. അപ്പൊ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ ശിശുമരണ നിരക്ക് അല്ലെ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ശിശുമരണ നിരക്ക്. But infant mortality rate is the number of resident newborns in a prescribed geographic area, country, state, etc. dying under 1 year of age divided by the number of resident live births for the same geographical area for a prescribed time, normally a calendar year, and multiplied by 100. അത് ആ ഒരു ഡെഫിനിഷൻ ആണ്. ശരിക്കും അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡെഫിനിഷൻ തന്നെയാണ്. അപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ശിശുമരണ നിരക്കാണ്. സിമ്പിൾ ആയിട്ട് ഇതെന്ന് പറഞ്ഞാല് ഒരു കൺട്രിയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റിലോ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയില് ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയില് അവിടെ എത്രത്തോളം നമ്പർ ഓഫ് ലൈവ് ബർത്തുകൾ നടന്നിട്ടുണ്ട്, അതിൽ ഒരു വർഷത്തിനുള്ളിൽ എത്ര നവജാത ശിശുക്കൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ റേറ്റ് കാണുന്നതിനെയാണ് നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയില് എത്രത്തോളം ലൈവ് ബർത്ത് നടന്നിട്ടുണ്ട്, അതിൽ ഒരു വർഷത്തിനുള്ളിൽ എത്ര കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്, എത്ര ന്യൂബോൺ ബേബീസ് മരണപ്പെട്ടിട്ടുണ്ട് ഡൈയിങ് അണ്ടർ 1 year of age, എത്ര ഒരു വയസ്സിനുള്ളിൽ എത്ര പേരാണ് ആ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയില് മരണപ്പെട്ടിട്ടുള്ളത്, divided by the number of resident live births for the same geography. ആ ഒരു സെയിം ജിയോഗ്രഫിക്കൽ ഏരിയയില് മരണപ്പെടാത്ത ഒരുപാട് കുട്ടികളില്ലേ അല്ലെ, ലൈവ് ബർത്ത് നടന്നിട്ടുള്ള ഒരുപാട് കുട്ടികൾ, അതിൽ കുറച്ചു പേരായിരിക്കില്ലേ മരണപ്പെട്ടിട്ടുണ്ടാവുക അല്ലെ. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഏരിയയില് ഇപ്പൊ ഒരു മാസത്തിനുള്ളിൽ ഒരു 100 കുട്ടികൾ ജനിച്ചു, അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളില് ഒരു 1000 കുട്ടികള് ലൈവ് ബർത്ത് 1000 കുട്ടികൾ ജനിച്ചു എന്ന് വിചാരിക്കാം. അതിൽ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണവും 1000 ആയിരിക്കില്ലല്ലോ. ചിലപ്പോ ഒരു 10 ആയിരിക്കാം, ചിലപ്പോ ഒരു 100 ആയിരിക്കാം അല്ലെ. അങ്ങനെ എത്ര പേരാണ് ആ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ലൈവ് ബർത്ത് നടന്ന എത്ര നമ്പർ ഓഫ് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, അതാണ് ഡിനോമിനേറ്ററിൽ നമുക്ക് കൊടുക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം, ഒരു വർഷത്തേക്കൊക്കെ കണക്കാണ് നമ്മൾ സാധാരണ എടുക്കുക. അതിൽ എത്ര കുട്ടികൾ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു ഇൻറ്റു 1000 ചെയ്താല് നമുക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള കാൽക്കുലേഷൻ കിട്ടും. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ നോക്കിയേ. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത് ഇൻറ്റു 1000. എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്? അപ്പൊ അവിടെ ആ ഒരു നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ആ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയില് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം, ആ ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളില് ആ ജിയോഗ്രഫിക്കൽ ഏരിയയില് എത്രത്തോളം ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 1 year of age, ഒരു വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന വർഷത്തിനുള്ളിൽ മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം, അതാണ് ന്യൂമറേറ്ററിൽ കൊടുക്കുക. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത്, എത്രത്തോളം ആ ഒരു സെയിം പരിധിക്കുള്ളിൽ സെയിം ആ ഒരു വർഷമാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു വർഷത്തിനുള്ളിൽ എത്ര ലൈവ് ബർത്തുകൾ അങ്ങനെ നടന്നിട്ടുണ്ട് അതിന്റെ ആകെ എണ്ണം ഇൻറ്റു 1000. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്.
നോക്കിയേ 1,300 infant death in 2008 among state residents. ഒരു സംസ്ഥാനത്ത് 2008 ഒരു വർഷത്തെ കണക്കാട്ട് പറയുന്നത് 2008 ഇൻഫാന്റ് ഡെത്തുകൾ കുഞ്ഞുങ്ങളുടെ ശിശുമരണം 1300 ആയിരുന്നു. അപ്പൊ അതൊരു കണക്കായല്ലോ. ഇനി ആ സെയിം വർഷം ആ 2008 തന്നെ ആ ഒരു സ്റ്റേറ്റില് ലൈവ് ബർത്തുകൾ ആകെ നടന്നിട്ടുള്ള ലൈവ് ബർത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1,50,000 ആയിരുന്നു. അപ്പൊ ഇവിടെ ഒരു കണക്ക് കിട്ടിയോ? നമുക്ക് കിട്ടിയോ? അപ്പൊ ഇനി അതൊക്കെ നിങ്ങൾ ആ ഫോർമുലേറ്റ് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പൊ ന്യൂമറേറ്ററില് ഏത് എമൗണ്ട് വരും? ഏത് എമൗണ്ടാ വരിക? എത്രത്തോളം കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത് അല്ലെ? 2008 ഒരു സ്റ്റേറ്റില് എത്രത്തോളം കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്? ഇൻഫാക്ട് ഡെത്ത് എത്ര സംഭവിച്ചിട്ടുണ്ട് അതിന്റെ എണ്ണമല്ലേ നമ്മള് ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എത്രയാണത്? എത്രയാണത്? 1300 അല്ലെ? അതിനുശേഷം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത്. ആ സെയിം 2008 ആ സ്റ്റേറ്റില് 1,50,000 ലൈവ് ബർത്തുകൾ കുട്ടികളുടെ ലൈവ് ബർത്ത് നടന്നിട്ടുണ്ട്. അതല്ലേ അപ്പൊ ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത് അല്ലെ? ജസ്റ്റ് കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് എക്സാമിന് കാൽക്കുലേറ്റ് ചെയ്താലും ചോദിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. ഇൻറ്റു 1000 അല്ലെ? ഇൻറ്റു 1000 ചെയ്യാം. അപ്പൊ നോക്കിയാ അതിന്റെ കാൽക്കുലേഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 8.7 infant death per 1,000 live birth in 2008 among state residents. നമ്മൾ പറഞ്ഞിരുന്നു പോപ്പുലേഷൻ യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ? റേറ്റ് കാണുന്നത് 1000 പേർക്ക് എത്ര പേർ എന്ന രീതിയിലുള്ള കണക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ 8.7 infant death ആണ് per 1,000 live birth. 1000 ലൈവ് ബർത്തുകൾക്ക് 8.7% അല്ലെങ്കിൽ 8.7% അല്ലെങ്കിൽ റേറ്റില് ഇൻഫാന്റ് ഡെത്തുകൾ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു വർഷം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ എന്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്? അല്ലെങ്കിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് സാധാരണ ന്യൂബോൺസുമായി ബന്ധപ്പെട്ടതാണ്. ന്യൂബോൺസ് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ എത്രത്തോളം ലൈവ് ബർത്തുകൾ നടന്നിട്ടുണ്ട്, അതിൽ ഒരു വർഷത്തിനുള്ളിൽ എത്ര കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ number of resident live birth into 1000. ഒന്ന് വായിച്ചു നോക്കി ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. അത് ക്ലിയർ ആണല്ലോ. ഇനി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ഡെഫിനിഷൻ ഒരു ഫോർമുല പഠിക്കുന്നുണ്ട് കേട്ടോ. ഇൻ ഹോസ്പിറ്റൽ ദ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരിയഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് ഇൻറ്റു 100. അപ്പൊ നോക്കിയേ, ഇൻഫന്റ് ഹോസ്പിറ്റലിലുമായി ബന്ധപ്പെട്ട ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുലയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. The infant mortality rate is equal to total number of infant death at hospital in a period. ആ ഒരു നിശ്ചിത സമയപരിധി അല്ലെങ്കിൽ നിശ്ചിത പരിധിക്കുള്ളില് ആ ഹോസ്പിറ്റലിൽ എത്രത്തോളം നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്തുകൾ ശിശുമരണങ്ങൾ നടന്നിട്ടുണ്ട് അതിന്റെ ആകെ നമ്പർ ഡിവൈഡഡ് ബൈ total number of infant discharges and death during that period. ആ സെയിം പീരീഡിനുള്ളിൽ എത്രത്തോളം ഇൻഫന്റ് ഡിസ്ചാർജുകളും ഡെത്തുകളും നടന്നിട്ടുണ്ട് ഇൻറ്റു 100 ചെയ്താൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കിട്ടും. ഈ രണ്ട് ഫോർമുലാസും പഠിച്ചു വെക്കണം. ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് ആ മുകളിലത്തെ കാൽക്കുലേഷൻ ആണ് കേട്ടോ. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത് ഇൻറ്റു 1000 ആണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഒരു ഇൻഡിക്കേറ്റർ ആണ് പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. കേട്ടിട്ടുണ്ടോ ഈ ഒരു ടേം?
പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് എന്ന് പറഞ്ഞാല് ഒരു രോഗത്തിന്റെ പ്രാബല്യം അല്ലെങ്കിൽ ഒരു പ്രബലമായ രോഗം അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ ആധിപത്യം അല്ലെങ്കിൽ ആധിക്യം അല്ലെങ്കിൽ ഒരു വ്യാപനം എന്ന രീതിയിലുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ പ്രിവാലൻസ് റെഫേഴ്സ് ടു വാസ് എ പ്രിവാലൻസ് റേറ്റ്. സാധാരണയായിട്ട് നമ്മൾ പ്രിവാലൻസിനേക്കാൾ നമ്മൾ മോർട്ടാലിറ്റി എന്ന് പറയാറില്ല, മോർട്ടാലിറ്റി റേറ്റ് എന്നല്ല പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും പ്രിവാലൻസ് റേറ്റ് കണക്കാക്കുന്നതാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺ in a population who are affected with a particular disease or attribute at a specified point in time or over a specified period. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഒരു സെന്റൻസ് ചോദിക്കാറുണ്ട്. പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ is the proportion of persons in a population who are affected with a particular disease or attribute at a specified point in time or over a specified period. എന്താണ് ഇപ്പൊ പ്രിവാലൻസ് എന്ന് പറഞ്ഞാല്? ഒരു നിശ്ചിത സമയപരിധി ഇവിടെയും പറയുന്നുണ്ട് അല്ലെ, സ്പെസിഫൈഡ് പോയിന്റ് ഇൻ ടൈം അല്ലെങ്കിൽ ഒരു ഓവർ എ സ്പെസിഫൈഡ് പീരീഡ്, ഒരു നിശ്ചിത സമയപരിധി പറയുന്നില്ലേ, ഒരു നിശ്ചിത കാലയളവ് പറയുന്നില്ലേ അല്ലെ? ആ ഒരു നിശ്ചിത കാലയളവിനുള്ളില് ഒരു പർട്ടിക്കുലർ ഡിസീസ്, ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ ഒരു അട്രിബ്യൂട്ട്, ഒരു അവസ്ഥയോ ബാധിച്ചിട്ടുള്ള വ്യക്തികൾ ഏത് ഒരു പ്രത്യേക പോപ്പുലേഷൻ. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ എല്ലാ ഇൻസിഡൻസ്, ഇപ്പൊ എല്ലാ തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് പറയുമ്പോഴും ഒരു നിശ്ചിത പോപ്പുലേഷൻ പറയുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ പറയുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ടൈം പീരീഡ് പറയുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡില് ആ ഒരു പോപ്പുലേഷനില് ഒരു പ്രത്യേക രോഗമോ അവസ്ഥയോ ബാധിച്ചിട്ടുള്ള വ്യക്തികളുടെ അനുപാതത്തെയാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺസ് ഇൻ എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിലുള്ള ആളുകളുടെ അനുപാതം. എങ്ങനെയുള്ള ആളുകളുടെ അനുപാതമാണ്? ആ പോപ്പുലേഷനില് ഒരു പ്രത്യേക രോഗമോ ഒരു അവസ്ഥയോ ബാധിച്ചിട്ടുള്ള ആളുകളുടെ അനുപാതം. മനസ്സിലാവുന്നോ? അതെങ്ങനെയാണ്? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവില് ആ ഒരു പോപ്പുലേഷനില് ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ ബാധിച്ചിട്ടുള്ള ആളുകളുടെ അനുപാതത്തെയാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പ്രിവാലൻസ് റേറ്റ് എന്താണെന്നുള്ളത്? മനസ്സിലായോ? Then prevalence is a measure of disease that let us determine a person's likelihood of having a disease. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രിവാലൻസ് കാണുന്നതിലൂടെ നമുക്ക് ഇതാ ഒരു രോഗത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് നമുക്ക് അളക്കാൻ പറ്റില്ലേ? ആ ആ പോപ്പുലേഷനില് ആ രോഗത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. അതോടൊപ്പം നമുക്ക് എന്ത് നിർണ്ണയിക്കാം? ഡിറ്റർമൈൻ എ പേഴ്സൺ ലൈക്ലിഹുഡ് ഓഫ് ഹാവിംഗ് ഡിസീസ്. ഒരു രോഗം അവിടെയുള്ള മറ്റു വ്യക്തികൾക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പൊ അതിൽ ജസ്റ്റ് നിങ്ങൾ ഒരു കോവിഡിന്റെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കി, കോവിഡിന്റെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ എടുക്കാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ എടുക്കാണ്, ഒരു നിശ്ചിത കാലയളവില് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് എത്ര ആളുകൾക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ ബാധിച്ച ആളുകളുടെ അനുപാതമാണ് പ്രിവാലൻസ് റേറ്റ്. അത് ക്ലിയർ ആയോ? അതൊക്കെ ആയോ? ഇനി മാത്രമേ അടുത്തത് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. പ്രിവാലൻസ് റേറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നതിലൂടെ ആ ഒരു രോഗത്തിന്റെ വ്യാപ്തി ആ ഒരു പോപ്പുലേഷനിൽ എത്ര പേർക്ക് അത് ബാധിച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റില്ലേ? എത്ര പേരെ അത് ബാധിച്ചിട്ടുണ്ട്, ആ രോഗത്തിന്റെ ആ ഒരു പ്രാബല്യം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എത്ര, വ്യാപന ശക്തി എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? അതളക്കാൻ പറ്റില്ലേ? പറ്റുമോ? കൂടുതൽ ആളുകൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ രോഗം വേഗം വ്യാപിക്കുന്ന രീതിയിലുള്ള രോഗമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പൊ ഇവിടെ ഒരിക്കലും വ്യാപനം അല്ലെങ്കിൽ എന്താണ് പകർച്ചവ്യാധികൾ മാത്രമല്ല കേട്ടോ, അല്ലാത്ത രോഗങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്രിവാലൻസ് റേറ്റ് വഴി നോക്കുന്നുണ്ട് കേട്ടോ, മെഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ജസ്റ്റ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിട്ട് മിസ് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അതുപോലെ തന്നെ ഈ ഒരു പ്രിവാലൻസ് റേറ്റിലൂടെ നമുക്കിപ്പോ കോവിഡുമായി ബന്ധപ്പെട്ട പ്രിവാലൻസ് റേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പോപ്പുലേഷനിൽ ഒരുപാട് പേര് ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മറ്റുള്ള ആളുകൾക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലല്ലേ?
മറ്റാളുകൾക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഡിറ്റർമൈൻ എ പേഴ്സൺ ലൈക്ലിഹുഡ് ഓഫ് ഹാവിങ് എ ഡിസീസ്, ആ ഒരു രോഗം വരാനുള്ള സാധ്യത മറ്റുള്ള വ്യക്തികൾക്ക് എത്രത്തോളമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. സോ ദ നമ്പർ ഓഫ് പ്രിവാലന്റ് കേസസ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ പോപ്പുലേഷൻ. അപ്പൊ ഒരു പ്രിവാലൻസ് കേസുകളുടെ പ്രിവാലന്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് പ്രിവാലന്റ് കേസസ്, എത്രത്തോളം രോഗവ്യാപനം ഉള്ള അല്ലെങ്കിൽ രോഗവ്യാപ്തിയിലുള്ള അല്ലെങ്കിൽ രോഗം ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ള വ്യക്തികളുടെ ആകെ എണ്ണം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു പോപ്പുലേഷനിലെ നമ്പർ ഓഫ് കേസസ് ഓഫ് ഡിസീസ് അല്ലെ എക്സിസ്റ്റ്. ഇപ്പൊ നിലവിലുള്ള എത്ര പേർക്കാണോ ആ ഒരു രോഗം ബാധിച്ചിരിക്കുന്നത് ആ കേസിന്റെ എണ്ണം തന്നെയാണ് ഈ പ്രിവാലൻസ് റേറ്റ് എടുക്കുക എന്ന് പറയുന്നത് അല്ലെ. ദ പ്രിവാലൻസ് ഈസ് മെഷർഡ് ബൈ dividing the number of person with the disease or condition at a particular time point by the number of individual examined. നമ്മൾ കോവിഡ് ചെയ്തപ്പോൾ എന്താണ് ആ ഒരു ഡെഫിനിഷനും നിങ്ങൾ ആ കോവിഡിൽ നിന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഒരുപാട് പേരെ പരിശോധിക്കും, ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ക്യൂ നിന്ന് പരിശോധന പോയിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ കോവിഡ് പരിശോധിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? ഒരുപാട് പേര് ക്യൂ നിൽക്കും ഇല്ലേ? അതിൽ നിൽക്കുന്ന എല്ലാവർക്കും പോസിറ്റീവ് ആണെന്നുണ്ടോ? പോസിറ്റീവ് ആണെന്നുണ്ടോ? ഈ പരിശോധിക്കുന്ന എല്ലാവരും പോസിറ്റീവ് ആവുമോ? ഇല്ല അല്ലെ. അപ്പൊ അവിടെ ആ ഇൻഡിവിജ്വൽസ് എക്സാമിന്റ് എത്രത്തോളം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് പരിശോധിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കുക. മനസ്സിലാവുന്നത്? ഒരു 100 പേരെ പരിശോധിച്ചു എന്ന് വിചാരിക്കുക. ആ എക്സാമിൻ ചെയ്ത ഇൻഡിവിജ്വൽസിന്റെ നമ്പർ 100 ആണ്. അത് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കും, താഴെ കൊടുക്കും. ഈ ന്യൂമറേറ്ററിൽ എന്താ കൊടുക്കുക? അതിൽ എത്ര പേർക്ക് ആ ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ട്. മനസ്സിലായോ? The prevalence is measured by dividing the number of person with the disease or condition. ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു രോഗമുള്ള ആളുകളുടെ ആകെ എണ്ണം ആ ഒരു സമയപരിധിക്കുള്ളില് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡില് ആ ഒരു നിശ്ചിത കാലയളവില് ആ ഒരു രോഗമുള്ള ആളുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ the number of individuals exam. അതേ സെയിം കാലഘട്ടത്തില് അല്ലെങ്കിൽ അതേ സെയിം പോയിന്റ് ഓഫ് ടൈമില് പരിശോധന നടത്തിയ ആളുകളുടെ എണ്ണം. ക്ലിയർ ആയോ? അത് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ക്ലിയർ ആയോ? ആ ഒരു ഫോർമുല ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ആ ഫോർമുലയായിട്ട് കാണിച്ചിട്ടില്ലെങ്കിലും അത് അങ്ങനെ തന്നെ നമുക്ക് വേർഡ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പൊ പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ പ്രിവാലൻസ് റേറ്റ് എടുക്കാന്നാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് അതൊരു പർട്ടിക്കുലർ ഒരു നിശ്ചിത സമയപരിധിയിൽ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു നിശ്ചിത പോപ്പുലേഷനിലെ ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ ബാധിച്ച ആളുകളുടെ അനുപാതത്തെയാണ് അല്ലെങ്കിൽ പ്രൊപ്പോർഷനെയാണ് നമ്മൾ പ്രിവാലൻസ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രിവാലൻസ് നമ്മൾ മെഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു പോപ്പുലേഷനിൽ എത്രത്തോളം ആളുകൾക്ക് ഈ ഒരു ഡിസീസ് വന്നിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എത്ര ആളുകൾക്ക് ഇത് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ പ്രിവാലന്റ് കേസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാ ആ പോപ്പുലേഷനിൽ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്പർ ഓഫ് കേസസിന്റെ എണ്ണം തന്നെയാണ്. അപ്പൊ പ്രിവാലൻസ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് മെഷർഡ് ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് പേഴ്സൺ with the disease or condition at a particular time point by the number of individual examined. അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ പ്രിവാലൻസ്? അവിടെ വരെ ക്ലിയർ അല്ലേ?
ഓക്കെ, നെക്സ്റ്റ് പ്രിവാലൻസ് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. പ്രിവാലൻസിന്റെ ഇമ്പോർട്ടൻസ്, the prevalence and incidence of a disease are among the most basic measures in epidemiology. പ്രിവാലൻസ് പോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഒന്നാണ് ഇൻസിഡൻസ്. അപ്പൊ ഇൻസിഡൻസ് ആണെങ്കിലും പ്രിവാലൻസ് ആണെങ്കിലും ഒക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിലെ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന കുറച്ച് റേറ്റ് കാണുന്ന കുറച്ച് യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇതില് പ്രിവാലൻസ് റേറ്റ് എടുക്കുക അല്ലെങ്കിൽ ഇൻസിഡൻസ് പറഞ്ഞാൽ അടുത്തിടെ ഉണ്ടായ ഡിസീസുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് ആണ് നടത്തുക കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള എന്താണെങ്കിലും ഈ രണ്ടാണെങ്കിലും വളരെ അടിസ്ഥാനമായിട്ട് നമുക്ക് എപ്പിഡെമിയോളജി, സാംക്രമിക രോഗശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ അളവെടുക്കാൻ പറ്റുന്ന യൂസ് ചെയ്യുന്ന മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള മെഷേഴ്സ് ആണ് പ്രിവാലൻസും ഇൻസിഡൻസും. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? Prevalence is a measure of the load of diseases in a population in a given location at a particular time, as represented in a count of the number of people affected. ഇവിടെ പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനില്, ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില്, ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ എത്ര ആളുകൾക്ക് ഡിസീസ് അല്ലെങ്കിൽ രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ആളുകൾക്കാണ് ആ ഒരു രോഗം, എത്രത്തോളം ആളുകൾക്കാണ് ബാധിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് ആസ് റെപ്രസെന്റഡ് ഇൻ എ കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ്. അതെങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? എത്രത്തോളം എണ്ണം, അല്ലെ, ആളുകളെ ബാധിച്ച ആളുകളുടെ എണ്ണത്തിലാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. എത്ര ആളുകൾ, 100 പോപ്പുലേഷനിൽ 100 ആളുകളെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇത്ര പേർക്ക് ആ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പ്രിവാലൻസിനെ റെപ്രസെന്റ് ചെയ്യുക. ഇനി ദ ഡിസീസ് ഹാസ് ദ ഹയസ്റ്റ് പ്രിവാലൻസ്, ഏറ്റവും കൂടുതൽ ആ രോഗവ്യാപനം നമ്മുടെ പോപ്പുലേഷനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് രോഗങ്ങളുണ്ട്. ഇപ്പൊ കോവിഡ് പോലെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അതല്ലാതെ ഇവിടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളെ കുറിച്ചാണ് കൂടുതലായിട്ടും പറയുന്നത്. അപ്പൊ അവിടെ പകർച്ചവ്യാധികൾ മാത്രമല്ല അല്ലാത്തതും ഉണ്ടെന്നുള്ളത് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു മിസ്, അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കോവിഡിന്റെ എക്സാമ്പിൾ പറഞ്ഞത്. നോക്കിയേ, കാർഡിയോവാസ്കുലർ ഡിസീസസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് എൻസിഡി ഡെത്ത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് കാർഡിയോവാസ്കുലർ ഡിസീസ്, അല്ലെ. ഇപ്പൊ മിക്ക പോപ്പുലേഷൻ എടുത്താലും ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു രോഗമാണ് അല്ലെ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങള്, ശരിയല്ലേ? അതിലൂടെ ഒരുപാട് മരണം സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ രോഗവ്യാപനം അല്ലെങ്കിൽ രോഗത്തിന്റെ വ്യാപ്തികൾ കൂടുതലായിട്ട് ആളുകളില് വന്നുകൊണ്ടിരിക്കുന്ന രോഗം എന്ന് പറയുന്നത് ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. ഓർ 17.9 മില്യൺ പീപ്പിൾ ഇയർലി, ഓരോ വർഷവും ഒരു 17.9 മില്യൺ ഓഫ് ആളുകള് ഇതുവഴി മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഫോളോഡ് ബൈ, അടുത്ത പൊസിഷനിൽ നിൽക്കുന്ന ഏതാ? ക്യാൻസർ, 9.3 മില്യൺ കേട്ടോ. ആ ഒരു രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ബാധിച്ച് മരണം സംഭവിക്കുന്ന രോഗമാണ് ക്യാൻസർ. ദെൻ മൂന്നാമത്തതാണ് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ്, 4.1 മില്യൺ. അടുത്തതാണ് വളരെ ക്രോണിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസീസസ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലൂടെ മരണം സംഭവിക്കുന്നത്. അടുത്തതാണ് ഡയബറ്റിസ്, പ്രമേഹം, അല്ലെ. 2 മില്യൺ ഇൻക്ലൂഡ് കിഡ്നി ഡിസീസ് ഡെത്ത് കോസ്ഡ് ബൈ ഡയബറ്റിസ്, അല്ലെ. ഒരുപാട് പേര് ഡയബറ്റിസ് മൂലം അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് വന്ന് മരണപ്പെടുന്നുണ്ട്, കണ്ടിട്ടില്ലേ? ഒരുപാട് പേര് ഇപ്പൊ ഡയബറ്റിസിന്റെ ഒക്കെ മരുന്നുകളില്ലേ, മെഡിസിൻസ് കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് കിഡ്നി ഫെയിലിയർ സംഭവിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അതിലൂടെയൊക്കെ ഒരുപാട് കിഡ്നി ഡിസീസ് വന്ന് ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഹയസ്റ്റ് പ്രിവാലൻസ് കൊടുക്കുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഡെത്തുകളാണ്, ഡിസീസുകളുമായി ബന്ധപ്പെട്ട മരണങ്ങളാണ്. ഏറ്റവും ഹയസ്റ്റ് പ്രിവാലൻസ് നിൽക്കുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. അതിനുശേഷം ക്യാൻസർ, അതിന് കീഴിലായിട്ട് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, അതിന് താഴെയായിട്ടാണ് ഡയബറ്റീസ് വരും. ഓക്കെ, ഇനി വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്? ഒരു രോഗത്തിന്റെ ആ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ആ ഒരു വ്യാപനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? എന്തിലൂടെയാണ് വർദ്ധിക്കുന്നത്? The prevalence increases when new diseases cases are detected, incidence, and prevalence decreases when a patient is either cured or dies. ഒരു പ്രിവാലൻസ് റേറ്റ് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്പർ ഓഫ് ന്യൂ ഡിസീസ് കേസസ് ആർ ഡിറ്റക്റ്റഡ്, പുതിയ രോഗ കേസുകൾ കണ്ടെത്തുമ്പോഴാണ് പ്രിവാലൻസ് റേറ്റ് അല്ലെങ്കിൽ ആ ഒരു രോഗത്തിന്റെ വ്യാപനം എന്ന് പറയുന്നത് വർദ്ധിക്കുന്നത്, ശരിയല്ലേ?
അപ്പൊ ഒരു കോവിഡിന്റെ കേസ് തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയേ. ഒരു പ്രിവാലൻസ് റേറ്റ് അല്ലെങ്കിൽ അവിടെ രോഗവ്യാപനം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ രോഗവ്യാപനം അല്ലെങ്കിൽ രോഗത്തിന്റെ ആ ഒരു വ്യാപ്തി കൂടുന്നു അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അവിടെ കൂടുതൽ നമ്പർ ഓഫ് കേസസ് ഡിറ്റക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ? പുതിയ കേസുകൾ കണ്ടെത്തുമ്പോഴല്ലേ പ്രിവാലൻസ് റേറ്റ് കൂടുന്നത്? ആണോ? ഒരു പോപ്പുലേഷനിലെ ആളുകളുടെ എണ്ണം, ഈ രോഗം ബാധിച്ച ആളുകളുടെ എണ്ണം കൂടുമ്പോഴല്ലേ പ്രിവാലൻസ് റേറ്റ് കൂടുക അല്ലേ? പ്രിവാലൻസ് റേറ്റ് കൂടുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ന്യൂ ഡിസീസ് കേസസ് ആർ ഡിറ്റക്റ്റഡ്, പുതിയ രോഗങ്ങൾ കണ്ടെത്തുമ്പോൾ. അത് ക്ലിയർ അല്ലേ? ഇനി പ്രിവാലൻസ് റേറ്റ് എപ്പോഴാ കുറയാ? ഒരു കോവിഡ് ബാധിച്ചൊരു പോപ്പുലേഷൻ, അതിൽ ഒരുപാട് പേർക്ക് കോവിഡ് വ്യാപിച്ചു, കോവിഡ് വന്നു, ഒരുപാട് പേർക്ക് ആ ഒരു അസുഖം വന്നിട്ടുണ്ട്, ബാധിച്ചിട്ടുള്ള ആളുകളുടെ അനുപാതം എടുത്തു. അപ്പൊ അത് പ്രിവാലൻസ് റേറ്റ് കൂടുതലാണ് നമുക്ക് മനസ്സിലായി. പുതിയ ദിവസം ഓരോ ദിവസവും ന്യൂ കേസസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ പ്രിവാലൻസ് റേറ്റ് കൂടുതലാണ്. ഇനി എപ്പോഴാണ് ആ പ്രിവാലൻസ് റേറ്റ് കുറയാ? എപ്പോഴാ കുറയാ? അത് ബാധിച്ച ആളുകൾ ഒന്നില്ലെങ്കിൽ അവര് സുഖപ്രദമാവും അല്ലെ, ക്യൂർഡ് ആവും, അല്ലെങ്കിൽ ആ ആളുകൾ മരണപ്പെടുന്നു. ശരിയല്ലേ? അപ്പൊ ആ നമ്പർ ഓഫ് കേസിന്റെ എണ്ണം കുറയല്ലേ ചെയ്യുന്നത്? ആണോ? നമ്പർ ഓഫ് കേസുകളുടെ എണ്ണം കുറയുമ്പോൾ പ്രിവാലൻസ് റേറ്റ് കുറയും. അത് എന്തിലൂടെയാണ് നമ്പർ ഓഫ് കേസുകളുടെ എണ്ണം കുറയുന്നത്? എന്തിലൂടെയാണ്? when a patient is either cured, അല്ലെ? ഒരു രോഗി സുഖം പ്രാപിക്കും, ഒരു കോവിഡ് വന്നു, അവർക്ക് അത് മാറി, അത് അവർ സുഖം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് ആ ഒരു രോഗമില്ല അല്ലെ? അപ്പൊ നമ്പർ ഓഫ് കേസുകളുടെ എണ്ണം കുറഞ്ഞു വരികയല്ലേ ചെയ്യുന്നത്? ആണ്. അതുപോലെ തന്നെ ആ ഒരു രോഗി മരണപ്പെട്ടു പോവുകയാണെങ്കിലും പിന്നെ മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു നമ്പർ എടുക്കാനോ ആ ഒരു വ്യക്തി ഇല്ല അവിടെ അല്ലെ? അപ്പൊ രണ്ട് രീതിയിലുണ്ട്. ഒന്നുകിൽ പേഷ്യൻ ആ ഒരു രോഗി സുഖം പ്രാപിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ മരണം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ മരിക്കുമ്പോഴോ പ്രിവാലൻസ് റേറ്റ് അല്ലെങ്കിൽ ആ ഒരു രോഗവ്യാപന നിരക്ക് കുറയുന്നു. അപ്പൊ കൂടുന്നത് എപ്പോഴാണ്? പുതിയ പുതിയ കേസുകൾ കണ്ടെത്തുമ്പോൾ പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യും, പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറയുന്നത് എപ്പോഴാണ്? when a patient is either cured or dies. പേഷ്യന്റ് രോഗപ്രാപ്തിയിലേക്ക് അല്ലെങ്കിൽ രോഗത്തിൽ നിന്നും രോഗവുമായി ബന്ധപ്പെട്ട രോഗി സുഖം പ്രാപിക്കുമ്പോഴോ അല്ലെങ്കിൽ മരിക്കുമ്പോഴോ ആ ഒരു പ്രിവാലൻസ് റേറ്റ് കുറയുന്നു. അവിടെ വരെയൊന്ന് വേഗം വായിച്ചു നോക്കി. NCD എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കേട്ടോ. ക്ലിയർ ആയോ? വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പ്രിവാലൻസ് കേട്ടോ. ഒരു 3 ടൈപ്പ് ഓഫ് പ്രിവാലൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ആണ് പോയിന്റ് പ്രിവാലൻസ്. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം. ഒരു നിശ്ചിത സമയപരിധി അല്ലെങ്കിൽ ഒരു നിശ്ചിത ഒരു പ്രത്യേക ടൈം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് നടക്കുന്ന ഹെൽത്ത് ഇവന്റ്സ് അല്ലെങ്കിൽ ആരോഗ്യ സംഭവങ്ങളുടെ ആകെ എണ്ണമാണ് പോയിന്റ് പ്രിവാലൻസ്. ആ പേര് കണക്ട് ചെയ്യണം കേട്ടോ.
പോയിന്റ് പ്രിവാലൻസ് പറഞ്ഞ സർട്ടൻ ടൈം എന്നൊരു സെന്റൻസ് അവിടെ കണ്ടാൽ നിങ്ങൾ അപ്പോൾ തന്നെ പോയിന്റ് പ്രിവാലൻസ് ആണ് ഓർത്തോളണം. സർട്ടൻ ടൈം, ഒരു പ്രത്യേക ടൈം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് നടക്കുന്ന ആരോഗ്യ സംഭവങ്ങളുടെ ആകെ എണ്ണമാണ് പോയിന്റ് പ്രിവാലൻസ്. ഇനി പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ the number of cases of a health event in reference to a period. അവിടെ ഒരു പ്രത്യേക കാലയളവ് പരാമർശിക്കുന്നുണ്ട്. നോക്കിയേ, ഓഫൻ 12 months. അങ്ങനെ ഒരു പ്രത്യേക കാലയളവ്, ഒരു 12 months പോലെയുള്ള ഒരു പ്രത്യേക കാലയളവിൽ നടക്കുന്ന ആരോഗ്യ സംഭവങ്ങളുടെ ആകെ എണ്ണമാണ് പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റ് പ്രിവാലൻസ് ഒരു സർട്ടൻ ടൈമിൽ നടക്കുന്നതാണ്. പീരിയഡ് പ്രിവാലൻസ് പറയുമ്പോൾ to a period, ഒരു പർട്ടിക്കുലർ പീരിയഡ് ഓഫ് 12 months, 12 മാസം ഇതുപോലുള്ള ഒരു പീരിയഡിനുള്ളിൽ നടക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ നമ്പർ ഓഫ് കേസുകളുടെ എണ്ണമാണെങ്കിൽ അത് പീരിയഡ് പ്രിവാലൻസ് ആണ്. ഇനി ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ the number of cases of the health event in reference to the total lifetime, അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഉടനീളം നടക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ആരോഗ്യ സംഭവങ്ങളുടെ എണ്ണമാണ് ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഒരു സർട്ടൻ ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയിന്റ് പ്രിവാലൻസ് ആണ്. ഒരു പർട്ടിക്കുലർ പീരിയഡ് ഓഫൻ 12 months ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പീരിയഡ് പ്രിവാലൻസ് ആണ്. ആൻഡ് ലൈഫ് ടൈമിലുള്ള ടോട്ടൽ ലൈഫ് ടൈമിലാണെങ്കിൽ അത് ലൈഫ് ടൈം പ്രിവാലൻസ് ആണ്. അപ്പൊ അത് അങ്ങനെ പേര് വെച്ചൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. അതല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും കേട്ടോ. അപ്പൊ പോയിന്റ് പ്രിവാലൻസ് ഈ മൂന്നെണ്ണവും ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ്, അതിന്റെ മൂന്നിന്റെയും പേര് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ഒരു പോയിന്റ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാല് ഒരു സർട്ടൻ ടൈമിൽ, ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈമിൽ നടക്കുന്ന ആരോഗ്യ സംഭവങ്ങളുടെ ആകെ എണ്ണമാണ് പോയിന്റ് പ്രിവാലൻസ്. പീരിയഡ് പ്രിവാലൻസ് പറയുമ്പോൾ ഓഫൻ 12 months, ഒരു 12 മാസം പോലെയുള്ള ഒരു പർട്ടിക്കുലർ പീരിയഡിൽ നടക്കുന്ന ആരോഗ്യ സംഭവങ്ങളുടെ ആകെ എണ്ണമാണ് പീരിയഡ് പ്രിവാലൻസ്. ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ മൊത്തം ജീവിത കാലഘട്ടത്തില് അവരെ അത് പരാമർശിച്ചുകൊണ്ട് ആ ഒരു കാലഘട്ടത്തില് അവരുടെ ആരോഗ്യ കേസുകളുടെ ആകെ എണ്ണമാണ് ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഇതില് ഒരെണ്ണത്തിന് മാത്രം നമുക്കൊരു ഫോർമുല പഠിക്കാനുണ്ട്. അതാണ് ഫോർമുല പോയിന്റ് പ്രിവാലൻസിന്റെ ഫോർമുലയാണ് കേട്ടോ. പോയിന്റ് പ്രിവാലൻസ് is equal to number of cases in a defined population at one point of time divided by number of people in a defined population at the same point in time. നോക്കിയേ, അപ്പൊ ഒരു സർട്ടൻ പോയിന്റ് അല്ലെങ്കിൽ ഒരു സർട്ടൻ ടൈം ഇവിടെ പറയുന്നില്ലേ, 1 point of time അല്ലെങ്കിൽ സെയിം പോയിന്റ് ഇൻ ടൈം പറയുന്നില്ലേ. ഒരു സർട്ടൻ പോയിന്റ് അല്ലെങ്കിൽ ഒരു സർട്ടൻ പോയിന്റ് ഓഫ് ടൈം ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് പോയിന്റ് പ്രിവാലൻസ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് അങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, നമ്പർ ഓഫ് കേസ്, എന്താണ് പോയിന്റ് പ്രിവാലൻസ് കാണാനുള്ള ഫോർമുല? നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈമില്, ഒരു പ്രത്യേക ടൈമില് ആ ഒരു ഡിഫൈൻഡ് പോപ്പുലേഷൻ അല്ല ആ ഒരു നിർവചിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു പോപ്പുലേഷനിലെ നമ്പർ ഓഫ് കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ number of people in a defined population at the same point in time, അതേ സെയിം പോയിന്റ് ഇൻ ടൈമിൽ ആ ഒരു പ്രത്യേക സമയത്ത് ആ ഒരു നിശ്ചിത പോപ്പുലേഷനിലുള്ള ആളുകളുടെ ആകെ എണ്ണമാണ് പോയിന്റ് പ്രിവാലൻസ്. ഉണ്ടായിരുന്നു ന്യൂമറേറ്ററിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ആ ഒരു പ്രത്യേക സമയ പരിധിയിനുള്ളിൽ ആ നിർണ്ണയിക്കപ്പെട്ട ആ പോപ്പുലേഷനിലെ കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ number of people in a defined population at the same point. അതേ സെയിം പോയിന്റ് ഓഫ് ടൈമില് ആ നിശ്ചയിച്ചിട്ടുള്ള ആ പോപ്പുലേഷനിലെ ആകെ ആളുകളുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. ഇതാണ് പോയിന്റ് പ്രിവാലൻസ് കാണാനുള്ള ഫോർമുല. അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കി. ടൈപ്സ് ഓഫ് പ്രിവാലൻസ് പറഞ്ഞു, ഫോർമുല പോയിന്റ് പ്രിവാലൻസ് കാണാനുള്ള ഒരു ഫോർമുലയും കൂടി പറഞ്ഞു. ആ ഫോർമുലയും പഠിച്ചു വെക്കണം കേട്ടോ. ആ മൂന്ന് പേരും അതിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. സാധാരണയായിട്ട് പോയിന്റ് പ്രിവാലൻസ് അല്ലെങ്കിൽ പീരിയഡ് പ്രിവാലൻസ് ഒക്കെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി യൂസസ് ഓഫ് പ്രിവാലൻസ്, യൂസസും ലിമിറ്റേഷൻസും ആണ് കേട്ടോ പ്രിവാലൻസിന്റെ പറയുന്നത്. യൂസസ് എന്ന് പറഞ്ഞാല് യൂസസ് ഓഫ് പ്രിവാലൻസിൽ ഒരു 3 പോയിന്റ്സ് പഠിക്കുന്നുള്ളൂ. ഫസ്റ്റ് പോയിന്റ്, ഹെൽപ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിലെ രോഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുടെ വ്യാപ്തി ഒരു കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ശരിയല്ലേ? ഒരു പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നതിലൂടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു രോഗം അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രശ്നമോ ഒരു രോഗത്തിന്റെയോ ഒക്കെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഒരു രോഗം ബാധിച്ച ആളുകൾ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രോബ്ലം, ഒരു ആരോഗ്യ പ്രശ്നം ബാധിച്ച ആളുകളുടെ ആ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട്, എത്ര ആളുകൾക്ക് അത് ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ലേ പ്രിവാലൻസ് റേറ്റിലൂടെ? പറ്റുമോ? അതാണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാമത്തെ യൂസ്. രണ്ടാമത്, ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ. ഏറ്റവും ഉയർന്ന അപകട സാധ്യതകളിലുള്ള ജനവിഭാഗങ്ങളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കും. അല്ലെ? അപ്പൊ ഒരു പോപ്പുലേഷനിൽ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ്. ശരിയല്ലേ? ഇതിലും കൂടുതൽ ആളുകൾക്ക് ഇതേ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെയും ആളുകൾക്ക് ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെ? അത്തരത്തില് ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ തിരിച്ചറിയാനായിട്ട് പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു ജനവിഭാഗങ്ങളെ തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും പറ്റും. അല്ലെ? മൂന്നാമത്തത്, യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസ്. എന്താ? ഭരണപരവും അതുപോലെ തന്നെ ആസൂത്രണപരവുമായിട്ടുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഇത് യൂസ്ഫുൾ ആണെന്ന്. ഇപ്പൊ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഓരോ പ്രോഗ്രാമുകളും സർവീസുകളും ഒക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ അത്തരത്തില് ആ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ആ പോപ്പുലേഷനിൽ നിലവിലുള്ള രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യാനും ഇതിന് സഹായത്തോടുകൂടി സാധിക്കുന്നുണ്ട്. അപ്പൊ യൂസസ് ഓഫ് പ്രിവാലൻസ് 3 എണ്ണമാണ്. ഹെൽപ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസ് ഇൻ കമ്മ്യൂണിറ്റി. നമ്മുടെ സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ രോഗങ്ങളായിക്കോട്ടെ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കാനായിട്ട് ഇത് സഹായകമാകുന്നുണ്ട്. രണ്ടാമത്തത്, ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ. ഉയർന്ന അപകട സാധ്യതയിലുള്ള ജനവിഭാഗങ്ങളെ തിരിച്ചറിയാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തത്, യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസസ്. ഭരണപരവും ആസൂത്രണപരവുമായിട്ടുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വളരെ പ്രയോജനകരമാണ്. യൂസസ് ഓഫ് പ്രിവാലൻസ് ഒന്ന് വായിച്ചു നോക്കി. ചോദിക്കാറുണ്ട് കേട്ടോ യൂസസ്. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? യൂസസ് വരെ. ലിമിറ്റേഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം കേട്ടോ. ലിമിറ്റേഷൻസും കുറച്ച് കൂടി പറയാനുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസും കൂടി പറയാനുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ ഇവിടെ വരെ യൂസസ് വരെയും ഒന്ന് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.